കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ ഗലീലിയ കടൽ തീരത്തൂടെ നടക്കുമ്പോഴേ രണ്ടുപേരെ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തു അവരെ വിളിക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ പുറകെ അവർ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ കാണുന്നു. പരസ്പരം കാണാത്ത വ്യക്തികൾ. ക്രിസ്തു ഒരിക്കലും ജീവിതത്തിൽ ഈ രണ്ടുപേരെ കണ്ടിട്ടില്ല. ഈ രണ്ടുപേരെന്ന് പറഞ്ഞാൽ പത്രോസും അവൻ്റെ സഹോദരൻ അന്ത്രയോസും. ക്രിസ്തു അവരെ വിളിക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ പുറകെ അവരിറങ്ങിത്തിരിക്കുന്നത് നമ്മൾ കാണുന്നു. ക്രിസ്തുവിനെ അവർ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അവരെ ക്രിസ്തുവും കണ്ടിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു അവരെ വിളിച്ചപ്പോൾ ഇറങ്ങിത്തിരിച്ചത്? സ്നേഹമുള്ളവരെ, ക്രിസ്തു വിളിക്കുമ്പോൾ എന്ത് ലഭിക്കും? ഞങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിന്റെ കൂടെ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുമോ എന്നൊന്നും ക്രിസ്തുവിനോട് അവർ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എങ്കിലും ക്രിസ്തുവിൻ്റെ വിളി കേട്ട് അവരിറങ്ങിത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതുപോലെയാ ദൈവം നോഹയോട് പറഞ്ഞു, നീ ഒരു പേടകം ഉണ്ടാക്കണമെന്ന്. നോഹ ദൈവത്തോട് ഒരിക്കലും ചോദിക്കുന്നില്ല, ഈ പേടകമുണ്ടാക്കി ഞാനും എൻ്റെ കുടുംബവും അതിൻ്റെ ഉള്ളിൽ കടന്നാൽ പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന്. നമുക്കറിയാം, പേടകം ഉണ്ടാക്കാൻ പറഞ്ഞു, പേടകത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞു, ദൈവം പേടകത്തിൻ്റെ വാതിലും അടച്ചു. എന്നാൽ നോഹ ഒരിക്കലും ചോദിക്കുന്നില്ല, എത്ര കാലം ഞങ്ങൾ പേടകത്തിൻ്റെ ഉള്ളിൽ കഴിയണം, എത്ര കാലം ഞങ്ങൾ ഇതിനകത്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങണം, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും അവിടെ ദൈവത്തോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവം പറഞ്ഞു, അവരതനുസരിച്ചു. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, മോറിയ മലയിലേക്ക് നിന്റെ പുത്രനുമായി കടന്നു പോകണമെന്ന്. അബ്രഹാം തൻ്റെ പുത്രനുമായി കടന്നു പോകുകയാണ്. എന്നാൽ അത് പിന്നീട് തൻ്റെ പുത്രൻ തിരിച്ചു വരികയോ തൻ്റെ പുത്രൻ എന്ത് സംഭവിക്കും എന്നൊന്നും അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും നമ്മൾ കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക ചെയ്യുന്നത്. ഞാനിപ്പോഴേ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. ബോട്ട് ഓടിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനും ഞങ്ങളുടെ കൂടെയുണ്ട്. ഇദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോകുമ്പോഴേ ഞങ്ങളോട് പറഞ്ഞു, കാണാൻ മനോഹരമായ സ്ഥലങ്ങൾ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ സ്ഥലങ്ങളൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. നമുക്കറിയാം, കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ മനോഹരമായ സ്ഥലങ്ങളുണ്ട് എന്ന് ഈ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞതാണ്. എന്നാൽ ഞങ്ങളെ അത് കണ്ടിട്ടില്ല. കാണാത്ത ഒരു സംഗതി ഇദ്ദേഹം പറഞ്ഞ ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളോട് പറഞ്ഞത്, മനോഹരമായ സ്ഥലങ്ങൾ അപ്പുറത്തുണ്ട്, നിങ്ങൾ വരിക. അങ്ങനെ ഞാൻ നിങ്ങളെ സഹോദരൻ്റെ കൂടെ ഈ ബോട്ടിൽ ഇറങ്ങിത്തിരിക്കുക. ഈ ബോട്ട് നിയന്ത്രിക്കുന്ന വ്യക്തി ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ കരങ്ങളിലാണ് ഈ ബോട്ടും ഈ യാത്ര ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരും ഉള്ളത്. ഞങ്ങളെ എവിടെ ഏത് ലക്ഷ്യസ്ഥാനത്തെ കൊണ്ടെത്തിക്കണമെന്ന് ഇദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൽ വിശ്വസിച്ച എല്ലാവരും ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. ആ ബോട്ട് എന്തു പ്രശ്നങ്ങളുണ്ടായാലും ഏതെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അതിനെ കൃത്യമായി നിയന്ത്രിച്ച് ഞങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനായിട്ട് അവന് സാധിക്കും. നമ്മുടെ വിശ്വാസം എത്രത്തോളം ആഴപ്പെട്ടിരിക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവും. ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങളെ എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം എല്ലാം കണ്ട് ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്ര തിരിച്ച് കൊണ്ടുപോവുകയാണ്. നമുക്കും വിശ്വസിക്കാം, നമ്മളെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം നമ്മളെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം.